ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എഫ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന ഒരു തോക്കാണ്. ഇത് ഡബിൾ ബാരലിൻ്റെ രൂപത്തിലാണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ട മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ചാർട്ട് പേപ്പർ പോലുള്ള ഈ ഒരു പേപ്പർ വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ പാത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിവുഡിൻ്റെ ഫ്ലെക്സി ആയിട്ടുള്ള ഏറ്റവും കയറ്റി കുറഞ്ഞ ഈ ഒരു ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കണം. പേപ്പർ കൊണ്ടുള്ള ഡബിൾ ബാരൽ തോക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ടാണ് സ്കെച്ച് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്കെച്ച് കറക്റ്റായിട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഒരേ പാർട്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം പാത്തി കട്ട് ചെയ്തെടുക്കും, പിന്നെ ഇതിൻ്റെ ട്രിഗർ, അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പേപ്പർ നമ്മൾ കനം കൂട്ടി ഒട്ടിച്ചിട്ടാണ് ഇതിൻ്റെ ഫിഗറുകൾ ഓരോന്നും മോൾഡ് ചെയ്യുന്നത്. നമ്മുടെ പേപ്പർ തോക്കിൻ്റെ ഫസ്റ്റ് അമ്മ ചെയ്യുന്നത് പാത്തിയാണ്. പാത്തി അമ്മ ടെംപ്ലേറ്റ് ചെയ്തിട്ട് മൾട്ടിവുഡ് കട്ട് ചെയ്തിട്ട് എടുത്തേക്കാണ്. അതിനുശേഷം നമ്മൾ 10 മൾട്ടിവുഡാണ് എടുത്തേക്കുന്നത് 4mm. ഇത് നമ്മൾ കംപ്ലീറ്റ് പേസ്റ്റ് ചെയ്ത് ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ ഫിഗർ ചെയ്യും. അതിന് വേണ്ടി നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് ഫിഗർ ചെയ്യാം. ഏകദേശം ഇതിൻ്റെ പണി ഫിഗർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ പേപ്പർ, ഈ ഷീറ്റ് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് ഒട്ടിച്ച് ഇതേപോലെ ഒട്ടിച്ചിട്ട് നമ്മൾ ഈ ഗ്ലൂ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വുഡിൻ്റെ പാറ്റേൺ പോലെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കടലാസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാർട്ട് പേപ്പർ കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഗമ്മ് വെറുതെ ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ സാധനം മരം മാതിരി ആയിക്കോളും. എന്നിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതേപോലെ കറക്റ്റായിട്ട് ഗമ്മ് ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് സാൻഡ് പേപ്പർ ഇടാം. സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഭയങ്കര ഹാർഡായിരിക്കും സാധനം. കുറച്ച് വെച്ചാൽ മതി, മരത്തിനേക്കാൾ ഹാർഡായിരിക്കും. ഇതുകൊണ്ട് വിവിധ തരത്തിലുള്ള ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ
സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓട്ടോക്കോട്ടിൻ്റെ ഈ ക്ലിയർ വാർണിഷാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ വെറുതെ ഒരു കഷ്ണം തുണി എടുത്തുങ്ങായിട്ട് മുക്കിയിട്ട് ഇത് തുടക്കാൻ മാത്രമേ ഉള്ളൂ. ഈ പാത്തിയിലേക്ക് ഇങ്ങനെ സ്ട്രിപ്പ് നമ്മൾ ഫസ്റ്റിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇതേപോലെ തന്നെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഇതേപോലെ ടെമ്പറാക്കിയിട്ടുള്ളത്. അപ്പം ഇവിടെയാണ് നമ്മുടെ ഈ കാണുന്ന ഭാഗത്താണ് മെക്കാനിസം വരുന്നത്. മെക്കാനിസത്തിന് ശേഷം നമ്മൾ ഇത് വെച്ചിങ്ങായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഇതിപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമില്ല, ലാസ്റ്റ് ചെയ്യേണ്ട ഒരു വർക്കാണത്. അതിനുശേഷം ഇതേപോലെ പേപ്പർ 8 പീസ് പേപ്പറുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ലോക്കിംഗ് ചാവി ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഫിഗർ ഇതേപോലെ തന്നെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പേസ്റ്റ് ചെയ്തതിനായിട്ട് പിന്നെ ഫിഗർ ചെയ്യാനുണ്ട് നമുക്ക്. ഇതും ഒരു ചാവിയാണ്. ഈ ചാവി നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്, ഫസ്റ്റ് ആവശ്യമുള്ളതാണ്. അപ്പം ഇതൊന്ന് ഒട്ടിക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് നേരത്തെ ഒട്ടിച്ചിട്ടുള്ള പഴയ സ്ട്രിപ്പുകൾ. ഇതിൽ നമ്മൾ ചാർട്ട് പേപ്പർ, ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് ഈ പൈപ്പായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 2 ഹോൾ അടിച്ചിട്ടുണ്ട്. ഇത് ബാമ്പു സ്റ്റിക്കാണ്. ബാമ്പു സ്റ്റിക്ക് മുമ്പിൽ നമ്മൾ പേപ്പർ ഇതേപോലെ ബുഷായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം റിങ് അപ്ലൈ ചെയ്യുന്നു. പേപ്പർ ഗണ്ണിൻ്റെ മെക്കാനിസം സൈഡാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്ക്രൂ ടൈപ്പ് ആണെങ്കിൽ നമുക്കിതൊക്കെ ഇപ്പോൾ ഫിറ്റ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ ഇത് പേസ്റ്റിംഗ് ടൈപ്പ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പേസ്റ്റ് ആയിട്ടാണ് ചെയ്യുക. പിസ്റ്റൺസുകൾ പിടിപ്പിച്ചിട്ടുള്ളത്. 2 പിസ്റ്റണുകളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പേപ്പർ ഗൺ വർക്ക് ചെയ്യുന്നത് 2 പിസ്റ്റണിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. വർക്ക് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുകളിൽ പാക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വർക്കായിട്ടുള്ള ഈ കോയിലും സംവിധാനങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ട്രിഗറുകളും അതിൻ്റെ ചാവികളൊക്കെ നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മൾ പേപ്പറിൽ തന്നെ പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ പാനിൻ്റെ സ്പ്രിങ്ങാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ചാവിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ചാവി നമ്മൾ ഇതിലിടുന്നു. പക്ഷേ അതിനുശേഷം ഈ ബാമ്പുവിൻ്റെ ഇതേപോലത്തെ മുനയാണ് കുറച്ച് ഭാഗം നമ്മൾ ഇങ്ങോട്ട് ഇവിടത്തേക്ക് ഈ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. മുനയാണ് ഈ കാണുന്നത്. അത് 2 മുനയിൽ നമ്മൾ നിർത്തുന്നത് 2 ചാവിയുള്ള കാരണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ചാവി ഇട്ടിട്ട് ഇതിൻ്റെ സ്പ്രിങ് ആ മുനയിലേക്ക് കയറ്റിയിടണം. അതിനുശേഷം കാഞ്ചിയാണിത്. കാഞ്ചി ഇപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഒറ്റ പെറ്റലിലേക്ക് ആക്കും. കാഞ്ചിനെ ഒന്ന് ലോക്ക് ചെയ്യണം.
നെക്സ്റ്റ് ചാവി. നമ്മൾ 2 ചാവി പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പേപ്പറിൽ തന്നെ ഒരു ബുഷ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഗണ്ണ് പേപ്പർ ഗണ്ണ് വർക്ക് ചെയ്യുന്നത് എയറിലാണ്. എയർ പിസ്റ്റൺ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഈ ബാമ്പുവിൻ്റെ സ്റ്റിക്കിനെ ലാസ്റ്റ് ഫൈനലിലായിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ട് പേപ്പർ കൊണ്ട് തന്നെ ഇതേപോലെ ബുഷ് ഉണ്ടാക്കിയിട്ട് ഇതിപ്പം പേസ്റ്റ് ചെയ്തേക്കണതാണ്. പക്ഷെ ഇതുപോലെ നമ്മൾ പേസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് ഏത് സമയത്തും ഇതിൻ്റെ ബാമ്പു ആരോസലൊക്കെ കട്ടായി പോകും. കാരണം സ്പ്രിങ്ങിൽ ഓടുകൂടിയുടെ പേരിൽ ഒടിയുന്നുണ്ട്, സംഭവം ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇങ്ങനെ പേപ്പർ ഇട്ടിട്ടൊന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. മുകളിലേക്ക് ബാഗിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ചെറിയൊരു ഫോഴ്സ് അറിയാം. എയർ ടൈറ്റിലേക്ക് വരുമ്പോൾ മാത്രമേ ഫോഴ്സ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പൈപ്പ് ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ചെറിയ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സംഭവമൊക്കെ ചെയ്യാറുണ്ട്. മണ്ണിൻ്റെ പണി അത് കഴിയും. പേപ്പർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോയിലുകൾ രണ്ടും നമ്മൾ ഒരുമിച്ച് പേസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഈ 2 പൈപ്പാണ് ഈ വയർലൈറ്റൂടെ വരുന്നത്. അപ്പം ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഇങ്ങനത്തെ 2 റബ്ബർ വാഷ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്ലൂവിനോടൊപ്പം കിട്ടുന്ന ഗ്ലൂവിൻ്റെ തന്നെ ഒരു മൂടിയാണിത്. ഇതും കൂടിയാണ് നമ്മൾ ഇതിനോട് യൂസ് ചെയ്യുന്നുണ്ട്. വാഷർ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ആയിക്കുള്ള നമ്മൾ ഇതിൻ്റെ മെക്കാനിസം ഫിറ്റ് ചെയ്യുക. ഈ ഒരു പോർഷൻ ഈ സിലിണ്ടറിൻ്റെ മൗത്തിലേക്ക് കയറി ഇത് രണ്ടും നല്ല എയർ ടൈറ്റായി കിട്ടും. ഇഷ്ടം വർക്ക് ചെയ്യുമ്പോൾ ഒട്ടും എയർ ലീക്ക് ചെയ്യാതെ ഇവിടെ നമ്മൾ കടലാസ് കൊണ്ട് ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രഷറിൽ സാധനം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ മൗത്തിൽ പേസ്റ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് വെൽ മൗത്ത് ചെറുതാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ 2 കോയിലിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്കിങ്ങനെ ഒടിക്കുന്ന സിസ്റ്റം ചെയ്യാനുണ്ട്. അതിക്ക് മുമ്പ് ഞാനൊന്ന് ചെറിയൊരു ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പേപ്പർ ബീഡിങ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്.
അത് നമ്മുടെ പേപ്പർ ഗണ്ണിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബലൂൺ ഒന്നത് ഈ ഗണ്ണ് ഉപയോഗിച്ചൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിക്ക് മുമ്പ് നമുക്ക് ഈ ഗണ്ണൊന്ന് ലോഡ് ചെയ്യണം. ആ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബാമ്പു സ്റ്റിക്കാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബലൂൺ പൊട്ടിച്ചു. നമ്മുടെ ഈ പേപ്പർ ഗണ്ണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അടുത്ത പുതിയ വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.